ബദാം തൊലി കളഞ്ഞ് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലോ, അതാണ് ഇങ്ങനെ കുറേ പേര് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാത്ത ബദാമിനെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് പതിപോലെ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തുടങ്ങില്ലേ, എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ്, അതുപോലെ പിന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ബട്ടൺ, ഇനിയിപ്പോൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണും താഴെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ കമ്പ്യൂട്ടറായാലും മൊബൈലായാലും താഴെ വീഡിയോയുടെ താഴെയുണ്ട്. അപ്പോൾ അത് ആ സൗകര്യം നിങ്ങൾ ഉപയുക്തമാക്കണം. പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയതാ, പറയണേന്നൊരു വ്യത്യാസപ്പെടുത്തി പറഞ്ഞ വല്ല വ്യത്യാസം ഉണ്ടോ എന്നറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കൊണ്ട് ആരംഭിക്കാം. അപ്പോൾ അതായത് ബദാമിൽ എന്തൊക്കെ ഇല്ലാത്തതെന്ന് ചോദിക്കുക നല്ലത്. എന്തൊക്കെ ഗുണങ്ങളാണെന്നറിയോ, ഒന്നൊന്നായിട്ട് ഞാൻ അവസാനം വരെ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേട്ടാൽ ഇത് ഓരോ പോയിന്റും നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരിയാണ്. അപ്പോൾ അതായത് ബദാമിൽ ഒട്ടനവധി സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപാട് ന്യൂട്രിയൻസ്, വൈറ്റമിൻ ഇ, റൈബോഫ്ലേവിൻ, പിന്നെ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ഫൈബർ റിച്ച് ആണ്. സോഡിയം കുറവാണ്, സോഡിയം ഇല്ല, സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ കലോറി വാല്യൂം കുറവാണ്. പിന്നെ അതുപോലെ കുറേ പേർക്ക് സംശയമുണ്ട്, ബി പി ഉള്ളവർക്ക് എങ്ങനെയാണ്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് എങ്ങനെയാണ്, ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെയാണ്, എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. സ്കിപ്പ് ചെയ്താൽ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിലേ, ഇത് ഏറ്റവും എവിടെ നിന്നപ്പോൾ തുടങ്ങാം. നമുക്ക് അൽഷിമേഴ്സ് രോഗം കേട്ടിട്ടില്ലേ, അതിന് വളരെ ഫലപ്രദമാണ്. അത് വരാതിരിക്കാൻ സഹായിക്കും. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഓർമ്മശക്തി കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി ഇൻസോമിനിയ, ഉറക്കക്കുറവ് ഉള്ളവർക്ക് നല്ല ഉറക്കം കിട്ടാനും മൈൻഡൊക്കെ കാമാക്കി വെക്കാനും സഹായിക്കും. പിന്നെ മുടി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നന്നാവും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ബി പി ഉള്ളവർക്ക് ബി പി കുറയാനായിട്ട്, ബി പി വർദ്ധിക്കില്ല ഇത് കഴിച്ചതിൻ്റെ പേരിൽ, അതുപോലെ ബി പി നിയന്ത്രിക്കാനും സഹായിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലുകൾക്ക് ആ കട്ടി കൂടുന്നതിനുള്ള കണ്ടൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി പി കൂടില്ല. പിന്നെ അതുപോലെ ഷുഗർ കൂടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഷുഗർ ലിബറേറ്റ് ചെയ്യില്ല, ബ്ലഡിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. ഷുഗർ കുറയാനൊരു പരിധി വരെ സഹായിക്കും. ഇനി കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് HDL കൊളസ്ട്രോൾ ഇല്ലേ, ഗുഡ് കൊളസ്ട്രോൾ, അത് കൂട്ടാൻ സഹായിക്കും. എന്നാൽ ലിപ്പിഡ് ലോ ഡെൻസിറ്റി ലിപ്പിഡ് പ്രൊഫൈൽ LDL കൊളസ്ട്രോൾ അത് കുറയ്ക്കാൻ സഹായിക്കും. HDL കൂട്ടും ചെയ്യും. ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും, ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ഫാറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഫാറ്റ് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഫാറ്റാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് കഴിക്കാം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം, BP ഉള്ളവർക്ക് കഴിക്കാം, ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാം. പിന്നെ ഹാർട്ട്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉള്ള റിസ്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് രക്തധമനികളിലേക്ക് ഉള്ള ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതിനൊക്കെ കട്ടി ബലം ഉണ്ടാകുന്നതിനുള്ള സഹായകമാകുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയും. ഇനി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകമാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഫൈബർ കണ്ടൻറ്റ് ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അസിഡിറ്റിയും ഒക്കെ ഉള്ളവർ ഇത് പാലിൽ അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അമിതമായ വിശപ്പ് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും അതുവഴി ഈ വെയിറ്റ് കുറയാനും ഒക്കെ സഹായമാവും. അപ്പോൾ പാലിലരച്ച് കഴിക്കാം അവർക്ക്. പാലുവെള്ളത്തിൽ, ചൂടുള്ള പാലുവെള്ളത്തിൽ അരച്ച് കഴിക്കുന്നതല്ലാണ്. പിന്നെ ഈ തൊലി കളയരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊലിയുടെ തൊട്ട് താഴത്തെ ലെയറിലാണ് ഇതിലെ വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുവൻ പോകും. അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞ് ഉപയോഗിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അത് മണ്ടത്തരാണ്. അപ്പോൾ BP ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാമെന്ന് മനസ്സിലായില്ലേ. ഒപ്പം തന്നെ HDL കൊളസ്ട്രോൾ കൂട്ടും, LDL കൊളസ്ട്രോൾ കുറയ്ക്കും, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും ഇത് കഴിക്കുന്നവർക്ക്. ഇതൊക്കെ ഓരോ പഠനങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രം. ഓക്കെ, അതുമാത്രമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ദഹനശക്തി ബാലൻസ് ചെയ്യാനായിട്ട്, അപ്പോൾ വിശപ്പ് കുറയാനായിട്ട് ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നല്ലതാണ്. പിന്നെ ഗർഭിണികൾ കഴിക്കുകയാണെങ്കിൽ ആ സുഖപ്രസവത്തിനും അതുപോലെ ആ പ്രസവ സംബന്ധമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്ന ആ ക്ഷീണവും അനീമിയും അതൊക്കെ കുറയാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ ശിശുവിനും നല്ലതാണ്. മനസ്സിലായില്ലേ, ആ ഗർഭസ്ഥ ശിശുവിൻ്റെ പോഷകങ്ങൾക്കും വളർച്ചയ്ക്കും ഇത് സഹായിക്കും. അതുകൊണ്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇനി ചിലർക്ക് നേരിട്ട് കഴിക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു ബദാം മിൽക്ക്, ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കുന്ന വിധം കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം അവസാനം. ഓക്കെ, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ നിർഗ്ഗളമായിട്ട് നമ്മളിനി മുഴുവൻ പറയാൻ പോവാണ്. അപ്പോൾ അതിനിടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നവരോട് ഓർമ്മിപ്പിക്കുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സ്കിന്നിന് വളരെ നല്ല സംഗതിയാണ്, വളരെ നല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്. അപ്പോൾ സ്കിൻ
ഗ്ലോ കൂട്ടുന്നതിന്, ആൻറ്റി ഏജിങ് എന്ന് വിളിക്കാം, സ്കിന്നിൽ റിങ്കിളിങ് വരുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങൾ പലരും ഈ ആൽമണ്ട് ഓയിലൊക്കെ വാങ്ങി പുരട്ടുന്നുണ്ടല്ലോ, അതായത് നല്ല തങ്കലിപികളിൽ എഴുതിയ നല്ല ഭംഗിയുള്ള കുപ്പികളിൽ വാങ്ങി നിങ്ങൾ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതി, അത് വാങ്ങി പുരട്ടിയിട്ട് നിങ്ങൾക്ക് റാഷസ് ഒന്നും വരുന്നില്ല. അതുപോലെ മറ്റു ഓയിൽസൊക്കെ അപ്ലൈ ചെയ്താലും ചെറിയ ചെറിയ റാഷസ് ഒക്കെ വരുന്നവരാണ്. ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ റാഷസ് ഒന്നും വരുന്നില്ല, സ്കിന്നിൽ നല്ല സൂതിങ്ങും നല്ല ക്ലൻസിങ്ങും നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ തങ്കലിപികളിൽ എഴുതിയിട്ടുള്ള കുപ്പിക്കകത്ത് ഒറിജിനൽ ബദാം ഓയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളച്ച് പറയുന്നതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ആൽമണ്ട് ഓയിൽ അങ്ങനെ സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, പിന്നെ അത് എക്സ്ട്രാ വെർജിൻ ആൽമണ്ട് ഓയിൽ ഉണ്ട്, അത് നമുക്ക് കഴിക്കാനും എടുക്കാം. മനസ്സിലായില്ലേ? എല്ലാ ഓയിലും എടുക്കാൻ പറ്റില്ല കേട്ടോ. എക്സ്ട്രാ വെർജിൻ ആൽമണ്ട് ഓയിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ടും ഉപയോഗിക്കാം. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനൊക്കെ സഹായിക്കും. അൽഷിമേഴ്സിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കും. അൽഷിമേഴ്സ് വരാതിരിക്കുന്നതിനും അൽഷിമേഴ്സ് ഉള്ള രോഗികൾക്ക് അത് കൂടുതൽ വെളിസാവാതിരിക്കാനൊക്കെ സഹായിക്കും. മാറ്റിക്കളയാനൊന്നും പറ്റില്ല, പക്ഷേ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഫൈബർ റിച്ച് ആയതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബോൺ ഹെൽത്ത്, ബോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ ഹെയർ ഗ്രോത്ത്, ഒപ്പം തന്നെ നിങ്ങളുടെ പല്ലിന് വില ഉണ്ടാവാൻ, എല്ലുകൾക്ക് വില ഉണ്ടാവാൻ, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഇപ്പോൾ ഫാമിലിയിലുള്ളവരാണെങ്കിൽ റൊമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് ഡീജനറേഷനൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഓസ്റ്റിയോപോറോസിസും, അപ്പോൾ എല്ല് തേയ്മാനം വരും, എന്നിട്ട് മുട്ടുവേദനയും നടുവേദനയും കഴുത്തുവേദനയൊക്കെ വരുന്നവർ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അഡ്വാൻസ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അസ്ഥിധാതുവിൻ്റെ ഉപധാതുക്കളാണ് മുടി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, സഹായിക്കും. പിന്നെ വിഷൻ, നല്ല കാഴ്ചശക്തി ഉണ്ടാവാനായിട്ട് നല്ലതാണ്. കാഴ്ചശക്തി ഉണ്ടാവും, ഐസൈറ്റ് കൂട്ടും. മനസ്സിലായില്ലേ? അതുപോലെ കണ്ണ് കാണാൻ നല്ല അഴക് വരും. തുടർച്ചയായിട്ട് കഴിച്ചാലത്തെ കാര്യം പറഞ്ഞത്, സ്ഥിരമായിട്ട് കഴിക്കണം കേട്ടോ. വില അല്പം കൂടുതലാണ്, പക്ഷേ ഇതൊക്കെ ഒരുപാട് ലഭ്യമായി തുടങ്ങി. പണ്ടത്തെ കാലങ്ങളെ അപേക്ഷിച്ച് ധാരാളം ലഭിക്കും. പിന്നെ ഇതിൽ 2 തരം വരുന്നുണ്ട്. കയ്പ്പ് രസമുള്ള ടൈപ്പുണ്ട്, അത് ശുദ്ധീകരിച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിനല്പം കയ്പുണ്ടാവും. അതിൽ ചെറിയ വിഷാംശങ്ങളുണ്ട്. അപ്പോൾ അത് ശുദ്ധീകരിക്കുമ്പോൾ ആ കയ്പൊക്കെ മാറ്റി വരുന്ന ടൈപ്പ് കഴിക്കാം, സേഫാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ബദാം വിഷാംശമുണ്ട് എന്ന് വായിച്ചുല്ലോ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ശുദ്ധീകരിക്കും, അത് പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആ കയ്പ് അംശം മാറ്റി കഴിയുമ്പോൾ കയ്പ് രസമില്ലാത്ത ബദാം ഹെൽത്തിയാണ്, കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള ആൽമണ്ട് ഓയിൽ എല്ലാ ഓയിലും കഴിച്ചേക്കരുത്, എക്സ്ട്രാ വെർജിൻ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ്, അതിനൊക്കെ നല്ല വില പിടിപ്പുള്ളതാണ്, അത് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻസ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടേ ഉള്ളിലേക്കും കഴിക്കാറുണ്ട് അപൂർവമായിട്ടൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് കളയാതെ കഴിക്കണം. മനസ്സിലായില്ലേ? ആ സ്കിന്ന് ഉണ്ടാവണം. എന്നാൽ അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറിലാണ് എല്ലാ വൈറ്റമിൻസും ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുപോലെ സ്കിന്ന് എപ്പോഴും ഫൈബർ റിച്ച്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. നമ്മൾ ധാന്യം, അരിയൊക്കെ കഴിക്കുമ്പോൾ, ചോറൊക്കെ കഴിക്കുമ്പോൾ ചുവന്ന അരിക്കാണ് കൂടുതൽ ഫലപ്രദം നല്ലത്, വൈറ്റ് റൈസ് കഴിക്കരുതെന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും. അതിൻ്റെ ആ ഷീറ്റ്, ആ എക്സ്റ്റേണൽ ഷീറ്റ്, ആ കവറിങ് ഉണ്ടെങ്കിലാണ്, ആ കോട്ടിങ് ഉണ്ടെങ്കിലാണ് അതിലാണ് ഫൈബർ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് റിമൂവ് ചെയ്യാതെ കഴിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് പറയാം, പിന്നെ ഏതേത് സമയങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയാം, അത് കഴിച്ചാലത്തെ പ്രയോജനങ്ങൾ പറയാം, പിന്നെ ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇത് കഴിക്കാനായിട്ടുണ്ടല്ലോ, നമ്മളൊരു 10 മുതൽ മാക്സിമം 20 എണ്ണത്തിൽ കൂടുതൽ കഴിക്കേണ്ട. എന്ന് വെച്ചാൽ കൂടുതൽ കഴിച്ചാലും ഇതിൽ കാൽസ്യത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് അത് സെഡിമെൻറ്റ് ചെയ്തിട്ട് ഈ ഹൃദയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ നേരം മുടിനാരഴ വലിപ്പമുള്ളൂ. അപ്പോൾ അതിൽ ഈ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റൊക്കെ വന്ന് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അമിതമായാലും ദോഷം. ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്നു, അതിനുള്ള ഘടകങ്ങളുണ്ട്, സത്യമാണ്. പക്ഷേ അമിതമായിട്ട് ഒരു 20 എണ്ണത്തിൽ കൂടുതലൊക്കെ ഒരു ദിവസം കഴിച്ചാൽ ആ കണ്ടൻസ്, ഈ കാൽസ്യമൊക്കെ ആ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞു കൂടിയിട്ട് ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം കുറയും. അപ്പോൾ ഹാർട്ട് അറ്റാക്കിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 20 എണ്ണം കഴിക്കാൻ പറ്റുള്ളൂ. 4-5 എണ്ണമൊക്കെ കഴിച്ചാലും മതി, ഒരു 10 എണ്ണം വരെ കഴിക്കാം, അതൊക്കെ. പക്ഷേ 20 എണ്ണമൊക്കെ മാക്സിമമാണ്, മനസ്സിലായോ? അത്രയും ആവശ്യമില്ല സത്യത്തിൽ. അപ്പോൾ അത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് നല്ല ശുദ്ധജലത്തിൽ, ചൂടുവെള്ളത്തിൽ കഴുകരുത്, ചൂടുവെള്ളം വേണ്ട. ഓക്കെ, നല്ല ശുദ്ധജലത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് കീപ്പ് ചെയ്യുക, ഒരു രാത്രി മുഴുവൻ കീപ്പ് ചെയ്യണം. ആ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതിന് ചെറുതായിട്ട് അതിൻ്റെ അങ്കുരങ്ങൾ മുള പൊട്ടാൻ തുടങ്ങും. ഉള്ളിലേക്ക് നമുക്ക് പുറത്തേക്കൊന്നും കാണില്ല, അത് വെള്ളത്തൊക്കെ വലിച്ച് അതിൽ വളർച്ച പ്രാപിക്കും. അപ്പോൾ അത് വരുമ്പോൾ അതിലത്തെ ചില കണ്ടൻസ്, ആ ബീജാങ്കുരങ്ങൾ അത് മുളയ്ക്കിയ വഴി ആ ഫോർമേഷൻ വഴി ആ വിഷാംശം എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ ബീജാങ്കുരം അത് മുളയ്ക്കാനുള്ള സാധ്യത. അപ്പോൾ അത് ഫോസ്ഫറസ് ആയിട്ട് മാറും അതിനുശേഷം. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, നമുക്ക് എളുപ്പം ദഹിക്കാനും നമുക്കത് കഴിക്കാനും ചവച്ചരച്ച് കഴിക്കാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നൈറ്റ് മുഴുവൻ വെള്ളത്തിൽ മുക്കി വെക്കണം. എന്നിട്ട് രാവിലെ എടുത്ത് ഒന്നും കൂടെ ശുദ്ധജലത്തിൽ കഴുകുക. നമ്മൾ ഹോട്ട് വാട്ടറിൽ കഴുകരുത്. ഹോട്ട് വാട്ടറിൽ കഴുകരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അംശം, അല്ലെങ്കിൽ അതിൻ്റെ സംഗതികൾ, ഗുണഭോക്തമായിട്ടുള്ള സംഗതികളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിലും വെക്കരുത്. ഒരുപാട് പേര് എന്ത് പറഞ്ഞാലും കുറച്ച് പേരുണ്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിക്കുക. നല്ല വില കൊടുത്ത് ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഫ്രിഡ്ജിലും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ മതി. ചൂടുവെള്ളവും പാടില്ല, തണുത്ത വെള്ളവും പാടില്ല. നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക ഓവർനൈറ്റ്. എന്നിട്ട് നെക്സ്റ്റ് ഡേ അതെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ഒരു 10 എണ്ണം വീതം മതി. ഒരു വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 40 എണ്ണം തലേദിവസം മുക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ ശരീരത്തിലേക്ക് സലൈവയായിട്ട് മിക്സ് ചെയ്ത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തോളൂ.
ഓക്കെ, അപ്പോൾ ഈ വക ഗുണങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറയാത്ത 1-2 കാര്യം കൂടി ഉണ്ട്. അതായത് കോൺസ്റ്റിപ്പേഷൻ, ഇതിൽ ഫൈബർ കൂടുതലുള്ളവരുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നല്ല മലശോധന ഉണ്ടാവുന്നതിന് സഹായിക്കും. ഈ അസിഡിറ്റി ഉള്ളവർക്ക്, എക്സസ് ആപ്പിറ്റേറ്റ് ഉള്ളവർക്കൊക്കെ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു പറഞ്ഞില്ലേ, അതിനും നല്ലതാണ്. സ്കിന്നിന് നല്ലതാണ്, ബോൺ ഹെൽത്തിന് നല്ലതാണ്, ഗർഭിണികൾക്ക് നല്ലതാണ്, വെയിറ്റ് കൂട്ടാൻ നല്ലതാണ്, വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കണം, കുടവയറൊക്കെ ഉണ്ട്, ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഫൈബർ റിച്ച് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭക്ഷണമായിട്ട് ഇത് ഒരു നേരം നിങ്ങൾക്ക് ഇത് മാത്രം വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു കാര്യമുണ്ട്, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഇത് കൂടുതൽ ഗുണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കുറയും ശരീരത്തിൽ. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനായിട്ട് ഈവൻ മതി. ബദാം നല്ല ഗുണമാണ്, മനസ്സിലല്ലേ? അപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ ഉണ്ടായി കഴിഞ്ഞാൽ പുരുഷ ഹോർമോൺ ഉള്ളതുകൊണ്ട് ആൻറ്റി ഏജിംഗ് എന്ന് വിളിക്കാം. ആ പ്രസരിപ്പും ഉണർവും ആ സ്കിന്നിലെ ചുളിവും ഒന്നും ഇല്ലാതെ നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കും. സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ഇത് കൂടുതൽ ഉപയുക്തമാണ്. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നവർ കഴിക്കാം, അതുപോലെ പുരുഷന്മാർക്ക് കൂടുതലായിട്ട് കഴിക്കാം. അതുപോലെ സ്പേം കൗണ്ടും മോട്ടിലിറ്റിയും സ്പേം വോളിയും ഒക്കെ കൂടുന്നതിന് നല്ലതാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിച്ചാൽ നന്നായിരിക്കും അർത്ഥം. ഓക്കെ, പിന്നെ ഇൻസോമിനിയ, ഉറക്കക്കുറവ്, മെമ്മറി പവർ ഉള്ളവർ കഴിക്കാം, ഹെയർ ഗ്രോത്തിന് വേണ്ടി കഴിക്കാം. ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കുറയ്ക്കാനായിട്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറയ്ക്കാനും സഹായിക്കും. ഓക്കെ, അത്തരം കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി കഴിക്കാൻ ഏറ്റവും ഉചിതമായ സമയം രാവിലെ വെറും വയറ്റില്ല ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഒരു 10 എടുത്ത് നന്നായിട്ട് ചവച്ചരച്ച്, ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് ചവച്ചരച്ച് അങ്ങ് കഴിക്കുക. അതാണ് ഏറ്റവും ഉചിതമായ ഐഡിയൽ ടൈം. ഇനി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരു 11 മണി സമയം, അതായത് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണം, ഉച്ചയ്ക്ക് വിശപ്പ് നല്ലോണം കൂടും, നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, നന്നായിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന സമയം എപ്പോഴാണ്? ഉച്ചഭക്ഷണമാണ്, ലഞ്ചാണ് അല്ലേ? അപ്പോൾ അത് ഇച്ചിരി സ്ലോ ഡൗൺ ആണ്. നമ്മളൊരു 11:30-12 മണി നേരത്തെ ഇതൊരു 10 കഴിച്ചാൽ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കാൻ ഉചിതമായ സമയം ബിറ്റ്വീൻ 11 and 12, ഒരു 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുതിർത്ത് കഴിക്കുമ്പോൾ അത് വയറ് നിറയും. ഒരു 10 കഴിച്ചാൽ ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചാൽ. അപ്പോൾ പിന്നെ ഉച്ചഭക്ഷണം നമുക്ക് കുറച്ചേ കഴിക്കണ്ടു. മനസ്സിലായി? അങ്ങനെ ഒരു ഗുണം കൂടെ അതിലുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് കഴിക്കുന്നത് തടസ്സമുള്ള ഒരു താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ മറ്റൊരു നേരം കൂടെ ആവാം. അതായത് ഈവനിങ് ഒരു 6 o'clock. ആ സമയം നല്ല എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണിക്ക് കഴിച്ചാൽ ഒരു 1 മണിയാകുമ്പോഴത്തേന് 3-4 മണിക്കൂർ ഗ്യാപ്പുള്ളൂ അടുത്ത ലഞ്ച് കഴിക്കാൻ. നേരെ കുറച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിച്ചാൽ ഡിന്നർ നമ്മളൊരു 9 PM ഒക്കെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു 5 PM 6 PM കൊടുത്തു കഴിഞ്ഞാൽ നല്ല അബ്സോർപ്ഷൻ ഉണ്ടാവും, ശരിക്കും ആഗിരണം ചെയ്യും. അപ്പോൾ ഒന്നുകിൽ രാവിലെ നേരത്തെ ഏർലി മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ചവച്ചരച്ച് കഴിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് 6 മണിക്ക് കഴിക്കാം. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ 11 o'clock 12 o'clock ഇടയ്ക്ക്, 11 12 ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുന്നതായിരിക്കും ഉചിതം. ഇനി നമുക്ക് നേരെ ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാനൊക്കെ മടിയുള്ള ചില വിദ്വാന്മാരുണ്ട്. അവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, ഇതിൻ്റെ ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കി കൊടുക്കാം. ആൽമണ്ട് മിൽക്ക് അത് തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഏകദേശം ഒരു 150 ഗ്രാം എടുക്കുക. 150 ഗ്രാം ബദാം എടുത്തിട്ട് നന്നായിട്ട് ശുദ്ധജലത്തിൽ കഴുകുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അത് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് ശുദ്ധജലം, നോർമൽ വാട്ടർ, റൂം ടെമ്പറേച്ചർ വാട്ടർ, ചൂടുവെള്ളം പാടില്ല, തണുത്ത വെള്ളം പാടില്ല, ആ നോർമൽ വാട്ടറിൽ ഒരു രാത്രി മുഴുവൻ ഈ 150 ഗ്രാം സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് രാവിലെ അതെടുത്ത് നല്ലോണം ഒന്നും കൂടെ വാഷ് ചെയ്യുക. അതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ആ ഒരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയിലേക്ക് ഇടുക, മിക്സർ ഗ്രൈൻഡറിൽ മിക്സിയിലേക്ക് ഇടുക ഈ 150 ഗ്രാം. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 ലിറ്റർ നോർമൽ വാട്ടർ, ചൂടുവെള്ളം പാടില്ല, പച്ചവെള്ളം പാടില്ല, ഫ്രിഡ്ജിൽ വെള്ളം പാടില്ല, നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ള വെള്ളം 1 ലിറ്റർ ഒഴിക്കുക. 150 ഗ്രാം ബദാം സീഡ്സ് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുത്ത് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ടേസ്റ്റൊക്കെ നല്ല ഫ്ലേവർ, ഈ മടിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്, നേരെ ചോദിക്കാൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല പ്യുവർ നാച്ചുറൽ ഒറിജിനൽ വാനില എസൻസിൽ അത് ഒരു 1/4 ടീസ്പൂൺ ഒഴിക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒരു 4-5 മിനിറ്റ് അങ്ങോട്ട് അടിക്കുക, ഗ്രൈൻഡ് ചെയ്യുക. അതിങ്ങനെ ആദ്യം അതൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ. എന്നിട്ട് അത് നന്നായിട്ട് അരഞ്ഞ് ചേരുന്നവരെ ഒരു 4 മിനിറ്റ് മതി, നന്നായിട്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു നല്ല വെളുത്ത ശീലയിലേക്ക്, ഒരു തുണി നല്ല വൃത്തിയുള്ള ഒരു വെളുത്ത ശീലയിലേക്ക് അതങ്ങോട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതിലിങ്ങനെ നിറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കൂട്ടി നന്നായിട്ട് പിഴിഞ്ഞങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് 1 ലിറ്റർ ഈ ബദാം മിൽക്കായി അതൊരു വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ ഓരോ ഗ്ലാസ്, 4 പേര് 4-5 പേർക്ക് കഴിക്കാം. അത് രാവിലെ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിന് നല്ല സംഭവമായി, സ്കിന്നിന് ഗ്ലോ ഉണ്ടാവാൻ നന്നായി, നല്ല കണ്ണിനൊക്കെ നല്ല ഐസൈറ്റ് ഉണ്ടാവും. നമുക്ക് വയസ്സായവർക്കൊക്കെ കാഴ്ചശക്തി വീണ്ടും കിട്ടുന്നതിനും നല്ല കാറ്ററാക്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കും. ബദാമിനെ പറ്റി ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ചുരുക്കി പറയുന്ന ഇതിലെ കണ്ടൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. നിങ്ങൾക്ക് വീഡിയോ ആദ്യം ദീർഘിക്കാനും പാടില്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നതാണ്. എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? എല്ലാം വീഡിയോ ഒന്നും കൂടെ ആദ്യം തൊട്ട് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യാം. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ദിവസം വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.